ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട് 25 കുടുംബങ്ങളുടെ പ്രശ്നത്തിലാണ് ആദിൽ പാലോട് ഇടപെട്ട് മേയറും കൂടി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അതിനൊരു അഭിനന്ദനം ആദ്യമേ തന്നെ അറിയിക്കുന്നു. കാരണം ആ മനുഷ്യരൊക്കെ മഴ പെയ്യുമ്പോൾ വീട് വിട്ട് ബന്ധുവീടുകളിലേക്ക് മാറേണ്ടി വരുന്ന, ശരിക്കും പറഞ്ഞാൽ അഭയാർത്ഥികളായി മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് അവരെ സംരക്ഷിച്ച് പിടിച്ചിരിക്കുന്നു. അതിന് മേയർക്കും ആദിലിനും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ ആദിൽ, മേയർ ഈ വാർത്ത കണ്ടതിനു ശേഷം ഇടപെട്ടിരിക്കുന്നു. ഇവർ പറയുന്നത് പോലെ താൽക്കാലികമായ ഒരു പരിഹാരമായിരിക്കും അല്ലേ? ഉറപ്പായും അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. വർഷങ്ങളായി അത് കഴിഞ്ഞ തവണകളിലൊന്നും, കഴിഞ്ഞ വർഷം മാത്രമെന്നല്ല, വർഷങ്ങളായുള്ള പ്രതിസന്ധിയാണ്. ഈ പരുത്തിക്കുഴി പെയിന്റ് കമ്പനി റോഡിൽ ചെറിയൊരു മഴയത്ത് തന്നെ വെള്ളം കയറുന്നു. വെള്ളം കയറിയാലുള്ള പ്രശ്നം മലിനജലമാണ് കലരുന്നത്. ഡ്രെയിനേജ് വെള്ളം വരെ അതിൽ കലർന്ന് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത. അവർ ഇവിടുന്ന് പലായനം ചെയ്യുകയാണ് ബന്ധുവീടുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ. ആ നിലയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു ദിവസം നമുക്കൊരു ഒരു കോൾ ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നത് റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് നഗരസഭയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരികയും ചെയ്തു. പിന്നാലെ അത് നഗരസഭ അത് ഗൗരവത്തോടെ ഇടപെട്ടു എന്നുള്ളതും അഭിനന്ദനാർഹമാണ്. നഗരസഭ മേയർ തന്നെ നേരിട്ട് ഇടപെട്ടു. അവിടെ ചെന്ന് എന്താണ് പ്രശ്നത്തിന് പരിഹാരം കാണാനാവുക എന്ന് നേരിട്ടെത്തി സന്ദർശിക്കുകയും പരിഹാര മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്തു. ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അവിടെ കയറുന്ന വീടുകളിൽ കയറുന്ന വെള്ളം അടുത്തുള്ള പാർവതി പുത്തനാറിലേക്ക് ഒഴുക്കിവിടാനുള്ള ഒരു സംവിധാനം, താൽക്കാലിക സംവിധാനം ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശാശ്വത സംവിധാനം ഈ മഴക്കാലം കഴിയുന്നതോടെ ആക്കാമെന്ന ഉറപ്പും നാട്ടുകാർക്ക് മേയർ നൽകിയിട്ടുണ്ട്. ഏതായാലും ആശ്വാസകരമായ കാര്യമാണ്. ഇനിയും ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ നഗരസഭ അടിയന്തരമായി ഇടപെടും എന്ന കാര്യവും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അരുൺ, താങ്ക് യു ആദിൽ പാലോട്.